നാളത്തെ എപ്പിസോഡിലും ചിന്നു ഒരു തീരുമാനത്തിലെത്തുമെന്ന് തോന്നുന്നില്ല. ചിന്നു സങ്കടത്തോടെ പറയുന്നുണ്ട്, എനിക്ക് അച്ഛനും അമ്മയും വേണം, രണ്ടുപേരുടെയും കൂടെ സ്നേഹം ഒരുമിച്ച് കിട്ടാനുള്ള ഭാഗ്യമില്ലാത്തൊരു കുട്ടിയായിപ്പോയി ഞാനെന്നും പറഞ്ഞ് അവൾ കരയുന്നുണ്ട്. അവളുടെ കരച്ചിൽ കാണുമ്പോൾ അർച്ചനയ്ക്കും വിജയശങ്കറിനും ഒരുപോലെ സങ്കടം വരും. രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്നും അവളുടെ തോളിൽ കൈ വെക്കുന്നുണ്ട്. ചിന്നു എൻ്റെ മോളാന്ന് അർച്ചന പറയുമ്പോഴത്തേക്കും വിജയശങ്കർ പറയുന്നുണ്ട് ഒബ്ജക്ഷൻ ഉണ്ടെന്ന്. അർച്ചന വീണ്ടും പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ജഡ്ജി പറയും, നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരിക്കുക. എന്നിട്ട് ചിന്നുവിനോട് ചോദിക്കും, ചിന്മയ്ക്ക് ആരുടെ ഒപ്പം ജീവിക്കാനാണ് ആഗ്രഹം. ചിന്നു എന്തുത്തരം പറയണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ്. മിക്കപ്പോഴും അവൾ രണ്ടുപേരെയും വേണം, രണ്ടുപേരുടെ ഒപ്പം ജീവിക്കണം എന്ന് തന്നെ പറയുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ കോടതി ഒരു മാസത്തിൽ കുറച്ച് ദിവസം അർച്ചനയുടെ കൂടെയും കുറച്ച് ദിവസം വിജയശങ്കറിൻ്റെ കൂടെയും ചിന്നു നിൽക്കട്ടെ എന്നൊരു തീരുമാനത്തിൽ എത്താനുള്ള ചാൻസ് ഏറെയാണ്. ചിന്നുവിൻ്റെ ഇപ്പോഴത്തെ നിലപാട് സ്വഭാവമൊക്കെ വെച്ച് നോക്കുമ്പം അർച്ചനയുടെ കൂടെ പോയാൽ മതി എന്ന് പറയുമെന്ന് ഒരു 100% ഉറപ്പ് പറയാൻ പറ്റില്ല. നാളത്തെ എപ്പിസോഡിലെങ്കിലും ചിന്നു ഒരു തീരുമാനത്തിൽ എത്തിയാൽ മതിയായിരുന്നു. ആര്യ നല്ല ദേഷ്യത്തിലാണ്. ചിന്നു ആ വീട്ടിലേക്ക് വന്ന് ആ നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്നും പറഞ്ഞാണ് നിൽക്കുന്നത്. ചിന്നു വിജയശങ്കറിൻ്റെ കൂടെ ആ വീട്ടിൽ ചെന്നാൽ ഉറപ്പായിട്ടും ചന്ദ്രലേഖ ചിന്നുവിനെ മാക്സിമം ഉപദ്രവിക്കാനേ ശ്രമിക്കത്തുള്ളൂ. ചിന്നു അതെല്ലാം മിണ്ടാതെ നിന്ന് കൊള്ളുകയോ അനുസരിക്കുകയോ ഒക്കെ ചെയ്യും. അല്ലാണ്ട് പുറത്ത് പറയുമെന്ന് തോന്നുന്നില്ല. ചിന്നുവിന് വേണ്ടിയാണേലും അർച്ചനയ്ക്കും വിജയശങ്കറിനും ഇനി ഒന്നാവാൻ സാധിക്കത്തുമില്ല. വിജയശങ്കർ വേറെ കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ. അതുകൊണ്ട് എന്തായിരിക്കും തീരുമാനം എന്ന് അടുത്ത എപ്പിസോഡിൽ അറിയാം.